അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ മിനിമിനിച്ച് കളിക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം മിനിമിനിച്ച് കളിക്കാൻ പോകുന്നത്. ദിസ് ഇസ് മൈ നൊസ്റ്റാൾജിയ ഗെയിം. ഞാൻ പണ്ട് ലോക്ക്ഡൗൺ ടൈമിൽ കുത്തിയിരുന്ന് കളിച്ച ഗെയിമാണ് ഫ്രണ്ട്സായിട്ട്. ഞാനിതൊരു ഹാക്കർ ടൈമിൽ പോലെ ഞാൻ ഒറിജിനൽ വിട്ടൊരു പിടിയിലാണ്. ഒരുപാട് ഐ തിങ്ക് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മിനിമിനിച്ച് കളിക്കാൻ പോകാം. മിനിമിനിച്ച് ഒരു ഇടയ്ക്ക് ഹരമായിരുന്നു. എനിക്കെന്നല്ല, കേരളയിലുള്ള പല പയ്യന്മാർക്കും ഇതൊരു ഹരമായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് മാച്ച് കളിക്കുന്നത് ലൂണാർസിയിലാണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രാറ്റജി ഫുള്ള് ആ മാപ്പിലാണ്. കാരണം എൻ്റെ ആ ഒരു മാപ്പിൽ എപ്പോഴും സ്പോണാകുന്ന ലേസർ ഗണ്ണായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. അതായത് എനിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എതിരാളികൾ വരുന്ന ഹാക്കറാണെങ്കിൽ പോലും ഞാൻ അടിച്ചിടും. കാരണം ഇപ്പോൾ എനിക്കങ്ങനെ നല്ല, പണ്ട് ഞാൻ നല്ല പോയായിരുന്നു. ലേസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനെ ഞാൻ തൊടുത്തില്ല, അമ്മാതിരി പോയായിരുന്നു. ഇത് ഞാനാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അക്കൗണ്ടാണ്. അത് ഞാൻ പേരൊക്കെ മാറ്റി സ്കിന്നൊക്കെ സെറ്റാക്കി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ കാണിച്ചിട്ടാണ്. ഓക്കെ, 1v1 ആണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഞാനിപ്പോൾ കട്ടി നൂബാണ്. ഈ കൺട്രോൾസൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ ഗൈസ്. അപ്പോൾ ലേസർ വേണം എനിക്ക് ആദ്യം. എനിക്കറിയത്തില്ല ഗൈസ്, ഞാൻ കുറേ നാളായി കളിച്ചിട്ട്. ഇവിടെയാണ് മെയിനായിട്ട് ലേസർ വിസേൽ സ്പോണാണ്. ഈ വട്ടം വിസേലാണ് സ്പോൺ അയക്കണത്. നമുക്ക് നേരെ ലേസറുള്ള സ്ഥലത്ത് കിട്ടുക. ഈ കണ്ണ് കിട്ടില്ല കണ്ണാണ്. അത്യാവശ്യം സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വെച്ച് കളിക്കാൻ അറിയണം. പണ്ടൊക്കെ എനിക്ക് കിട്ടില്ല. ഇത് കളിക്കുമ്പോൾ സൗണ്ട് കൂട്ടിയിട്ട് കളിക്കണം. എന്തിനാന്ന് ഇത്രയോ ചാകുമ്പോൾ കേൾക്കുന്ന സൗണ്ട്. ലേസർ. ഓക്കെ, പണ്ടത്തെ അത്ര സ്പീഡില്ല. അങ്ങനെ എന്തോ ഫീൽ ചെയ്യണ്ട എനിക്ക്. ഓക്കെ, പണ്ടത്തെ തന്നെ സ്കോപ്പ് ഇട്ടുന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ വയ്ക്കുന്നത്. പണ്ടത്തെ സ്കോപ്പ് ഇട്ടുമായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഇനി ഞാൻ അത് കളിച്ച് പഠിക്കണം ഈസിയാണ്. ലോസ്റ്റ് മൈൻഡറിൻ്റെ സീരീസ് ഒക്കെ നാളെ, ഇന്ന് ഇതിൻ്റെ ഇതാ ഭ്രാന്താണ് ഗൈസ് എനിക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. മെഡിക്കിറ്റ് വിടുന്നുണ്ട്. അവൻ സ്പോൺ ആകുമ്പോൾ തന്നെ എന്നെ അണ്ണാക്കിലാണെങ്കിൽ ഞാൻ ചാവും. ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇത് കളിക്കുകയാണ് ഗൈസ്. ഞാൻ എത്രാമത്തെ വട്ടമാണോ പറയുന്നത്. നൊസ്റ്റാൾജിയുടെ പീക്ക് സാധനം ഇത്. ഞാൻ 2-3 വർഷമായി കളിച്ചിട്ട്. എന്തൊക്കെ കാണിച്ചേക്കാണത്. പണ്ട് ഇതും കളിച്ച് കരിക്കിൻ്റെ വീട്ടിൽ കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോഴത്തെ പിള്ളേർ മനസ്സിലാവില്ല. ഫ്രീ ഫയറിന് അത്ര ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് ഈ തോക്കും കൊണ്ട് ഇത്ര കില്ലെടുക്കുന്നതെന്ന്. കില്ല് ദൂരത്തുനിന്ന് ഇത് സ്കോപ്പ് ഇട്ടടിക്കും. എന്നിട്ട് അടുത്ത് പോകുമ്പോൾ ഞാൻ ഇടിക്കുമ്പോൾ ഭയങ്കര ഹെൽത്ത് കുറയും. അങ്ങനെ വെടി വെച്ച് അവന്മാരുടെ ഇപ്പം ഞാൻ നോക്കിക്കോ, ഞാൻ പറഞ്ഞു കാണിക്കുന്നില്ല, കൊന്നു കാണിക്കുക, കളിച്ച് കാണിക്കുക. ഇപ്പം ഞാൻ വെടി വെച്ചിട്ടുണ്ടോ അടുത്തെത്തുമ്പോൾ ഇടിക്കുന്നുണ്ട്. ഓടാ, അവൻ്റെ ഹെൽത്ത് എടുത്ത് മുമ്പത്തെത്തി. ഞാൻ വിചാരിച്ച് കളി ക്ലീൻ ചെയ്തെടുക്കായിരുന്നു. പണ്ടത്തെ പവറൊന്നും എനിക്ക് വരുന്നില്ല കേസ്. എനിക്കെല്ലാം പണ്ടത്തെ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈസി ആയിട്ട് തന്നെ കൊല്ലാം. കാരണം അവൻ്റെ ഹെൽത്ത് കണ്ട, അവൻ്റെ മെഡിക്കൽ അടിക്കാൻ വേണ്ടി ഓടുവാണ്. അല്ല എൻ്റെ സ്കോപ്പിങ് കണ്ട, ഞാൻ ചുമ്മാ റൊട്ടേറ്റ് ചെയ്യാൻ വരുമ്പോൾ അത് ഇങ്ങനെ കളിക്കുന്നത്. മാക്സിമം കളിച്ച് കഴിഞ്ഞാൽ മാക്സിമം പഠിക്കാം. ഓക്കെ, എൻ്റെ മെയിൻ ചാനൽ ഞാൻ ആക്റ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ചാനൽ ആക്റ്റീവ് ആണ്. റീസൺ ഇതാണ് ഗെയിംസ്, കുറേ ഗെയിംസ് കളിക്കാം. Let's go. എന്തേവൻ എന്നെ കാണുവാനില്ല. എവിടെ? എൻ്റെ പേരെന്തായിരുന്നു? നിഖിലേ. എനിക്കെന്താ പറ്റിയ ആക്ച്വലി? ആട്ടില്ല. ഹാർട്ട് ഭയങ്കര കളിച്ച് ഇപ്പോൾ ഹാർട്ടിനാണ് പറയുന്നത്. ഐ മീൻ മെഡില്ല. എവിടെ മെഡിക്കയുടെ ഇവിടെ സ്പോൺ ആവേണ്ടതാണ് സാധാരണ. അയ്യോ, അതെ ഇപ്പോൾ സ്പോൺ ആയിട്ടുണ്ടാവും. കേർക്കോ. വിറയ്ക്കുവാണ് ഗേസ്. ഇതൊക്കെ ഹരമായിരുന്നു ഗേസ്, അതുകൊണ്ടാണ്. എടാ, അവനെ ലേസർ കിട്ടിയാ?
ആക്ച്വലി ഇതിന് ഞാൻ ചാവാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ കളിക്കുമ്പോൾ ലേസർ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ടിൽ ലേസർ ഒത്തിരി അപ്ഗ്രേഡ് അല്ല ഗൈസ്, അത് കുഴപ്പമില്ല. നമ്മൾ ഈ അക്കൗണ്ടിൽ നമ്മൾ ലേസറൊക്കെ അപ്ഗ്രേഡ് ആക്കും. ലേസർ മാത്രമല്ല മറ്റുള്ള ഗണ്ണും അപ്ഗ്രേഡ് ആക്കും. അപ്പോൾ ഇതിലെനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. പണ്ട് ഞാൻ ലേസർ മാത്രം വെച്ച് ഈ മാപ്പ് കളിച്ചാലായിരുന്നു ലെവലൊക്കെ റാങ്ക് കൂട്ടിയത്. ബട്ട് ഇനി അങ്ങനെയല്ല, എനിക്കിനി ബാക്കിയുള്ള, അതായത് ബാക്കിയുള്ള ക്യുഫിക്കൊക്കെ ആക്സാണ് സ്ട്രാറ്റജി. അതുപോലെ എനിക്ക് അവൻ സ്യൂസൈഡ് ആവാൻ നോക്കിയതാ പട്ടി. സ്യൂസൈഡ് ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പണ്ട് ചെയ്യുന്ന ട്രിക്കാണ്. സ്യൂസൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്ക് കില്ല് കിട്ടില്ലല്ലോ കേസ്. അവൻ്റെ ട്രിക്ക് കണ്ടാ, ഇതൊക്കെ നമ്മൾ നേരത്തെ വിട്ടാ. ലെസ്കോപ്പ കളി അവസാനിച്ചിരിക്കുകയാണ്. മാച്ച് ഓവർ 6-3 ഞാൻ കളി ജയിച്ചിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി കില്ലെടുക്കാൻ പറ്റിയില്ല കേസ്. കുറേ നാളെ കേസ് കളിച്ചിട്ട്. അപ്പം ഞാൻ ഈ അക്കൗണ്ടൊക്കെ കാണിച്ചു തരാൻ ഒട്ടും കളക്ഷൻ ഇല്ല. 11 ലെവലാണ്. പിന്നെ സ്റ്റാഫ് സെർജൻ്റാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് റാങ്ക്. പിന്നെ കുറേ അപ്ഗ്രേഡ് ആക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ പൈസ ഇല്ലാന്ന് തോന്നുന്നു. നമുക്കിനി അപ്ഗ്രേഡ് ആക്കാൻ ഇവിടെ നമ്മുടെ ലേസർ ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ലേസറിനാണ് ഗസ് പറയുന്നത്, ബട്ട് ഇതിൻ്റെ റിയൽ പ്രോൺസ് ഇതിന് റിയൽ അല്ല ഇരിക്കുന്നത് വേറൊരു പേരാണ്. ഞാൻ ഒത്തിരി ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അളവാക്കുന്നില്ല. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, എൻ്റെ കൂടെ കളിക്കാൻ പോണത് ഒരു പ്ലെയർ ഉണ്ട്, കോർപ്പറൽ. അത് താഴ്ന്ന റാങ്കാണ് ഗൈസ്. പിന്നെ അവരിൽ കോർപ്പറൽ ക്യാപ്റ്റൻ കുറച്ച് കൂടിയ റാങ്കാണ്. മിക്കവാറും അവൻ കിട്ടിയ കുറവായിരിക്കും. ബട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ലേസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹാക്കർ ഒന്നും വല്ലതും പിടിച്ചിരിക്കാം. ബട്ട് ലേസർ കിട്ടണം. അപ്പോൾ ലേസറിന് വേണ്ടിയിട്ട് അടിക്കും ഇനി എൻ്റെ യാത്ര. ലേസർ മെയിനായിട്ട് സ്പോൺ ആകുന്നത് ഒരു കേവ് പോലത്തെ സ്ഥലങ്ങളിലായിരിക്കും. എൻ്റെ ടൈം ബോംബ് കാണുമ്പോൾ തന്നെ നൊസ്റ്റാൾജി. ലെസ്കൂ അവൻ 2 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ലേസർ കൊണ്ടിട്ട് കാര്യമില്ല കേട്ടോ. എടാ 2 പേരും വന്ന് എൻ്റെ കൂടെ ഒരു പൊട്ടറുണ്ടായിരുന്നില്ല. അവൻ പൊട്ടറെന്തേ മിക്കവാറും അവൻ കില്ലെടുക്കും. കാരണം ഞാൻ ഒറ്റൻ്റെ ലേസർ പിടിച്ചിരുന്നില്ല. അവന്മാർ 2 പേരും ബ്രെയിൻ യൂസ് കളിക്കുന്നത്. സ്കൂ എടാ അവൻ്റെ എടാ ഞാൻ കണ്ടില്ലടാ. ഞാൻ ആ ഗണ്ണെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരു ഇല്ലെങ്കിൽ എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കോൺഫിഡൻസ് വന്നേനെ. ഇങ്ങനത്തെ നൂബിലൊന്നും കിട്ടുമായിരുന്നു. ഗണ്ണില്ല. അയ്യോ എന്താ ഞാൻ കുറച്ച് പേടിച്ചു. എടാ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ കട്ടിപ്രോയാണ്. എനിക്ക് ഞാൻ തന്നെ കേസ് 3 കില്ലെടുത്തിരിക്കണം. എൻ്റെ കൂട്ടുകാരൻ 1 കില്ലെടുക്കുവാണെങ്കിൽ അവർക്കൊപ്പം പിടിച്ചിരിക്കായിരുന്നു. എന്തൊരവസ്ഥയാണ് നോക്ക് ഗൈസ്. ടാഗ് ദാറ്റ് ഫ്രണ്ട് ഗൈസ്. അയ്യോ നൂവ് ഗണ്ണും വെച്ച് ഞാൻ എങ്ങനെ 2 പേരും എടുത്ത് പിടിച്ചിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ ഗണ്ണെങ്കിലും കുറച്ചിനും അപ്ഗ്രേഡെങ്കിലും ചെയ്ത് നിൽക്കണമായിരുന്നു. നിൽക്കുക അവൻ സ്പോണാവേ വെയിറ്റ് ചെയ്യാം. കാരണം ആ 2 പേരെ എനിക്കിട്ട് ഫോളോ ചെയ്യാണ്. അവൻ സ്പോണായി. ഓക്കെ, മെഡിക്കിറ്റ് അടിക്കണം. മെഡിന് എവിടെ സ്പോണാവും? ലേസർ കിട്ടുവാണെങ്കിൽ കുറച്ചിലും പിടിച്ചിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവൻ കട്ടിപ്രോയാണ്. അവൻ മാത്രം കുറച്ച് കട്ടിയാണ്. ആ ഉർവീഷ് പ്രോ എന്ന് പറഞ്ഞവൻ. ഞാനാണ് ഈ കില്ലെടുത്തിരിക്കണത്. എൻ്റെ കൂടെ ഉള്ള എന്ത് ഷൊണ്ണനടാ. എടാ ഗണ്ണാണ്. അതിന് എന്ത് ടീമേറ്റ് കുറച്ചെങ്കിലും പിടിച്ചിക്കടാ ചാവാലേ. ആവരുതേ. ചത്ത്. എന്ത് ഫ്രണ്ട്. എടാ അവൻ്റെ ലേസർ ഉണ്ടാ. എനിക്ക് നല്ലൊരു ഈ അക്കൗണ്ട് ഞാൻ കുറച്ച് കളി കളിച്ച് ചെയ്യുമ്പോൾ കിട്ടിലും പ്രോ ആവും ഗൈസ്. കുറച്ചധികം പ്രോ ആവും. ഞാൻ അന്നേരം പ്രോ ആവണം. എടാ ഓടിക്കോ. എടാ അവനെ ആട്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കണം ഗൈസ്. ഇതാരാ ഇവിടെ സ്പോൺ അയക്കുന്നേ? എടാ ഞാൻ പറഞ്ഞില്ലേ അവൻ കുറച്ച് പ്രോയാണ്. അവനെ എനിക്ക് നോക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം കില്ല്. അതെ എൻ്റെ ടീമേറ്റ് 2 കില്ലെടുത്തു. ബട്ട് അതിലൊന്നും കാര്യമില്ല. നല്ല കില്ല് കാരണം എനിക്കാണെങ്കിൽ ലേസർ ഇപ്പോൾ കിട്ടുന്നില്ല.
കാരണം എൻ്റെ ഇതിലുള്ളവരെല്ലാവരും ലേസർ എടുത്തുകൊണ്ട് പോവാ, ചാമ്പിക്കൊണ്ട് പോവാ. ഒരു ലേസറിന് മിച്ചം വയ്ക്കാൻ പഠിക്കണേ. അയ്യോ എനിക്ക് ഹെൽത്തില്ല. ഒരു തന്നെ തല്ലാൻ പറ്റേടാ പൊട്ടാ. എൻ്റെ ടീമേറ്റ് ആയവനെ അവരൊന്ന് നോക്കടാ. മെയിൻറ്റെയിൻ ചെയ്യും, ഒരാളെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഓ ലെറ്റ്സ് ഗോ. ദേ മെഡിക്കേറ്റ് കണ്ട, ഞാനാണ് ഒന്ന് മുമ്പിൽ നിന്ന് ഇവനൊക്കെ സപ്പോർട്ടാക്കുന്നത്. സ്വന്തമായിട്ട് കളിക്കാൻ പഠിക്കണ. എനിക്ക് നൂപനം കിട്ടും, എൻ്റെ എതിരാളിയാണെങ്കിലും നല്ല പ്രോയും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അത് ഞാൻ അടുത്ത്. ഓക്കെ ആ കില്ല് ഞാൻ അടുത്ത്. ഇപ്പം അത്യാവശ്യം സമനില പിടിക്കാറായിട്ടുണ്ട്. ഇപ്പം അവർക്ക് നല്ല ഓടാ ഒരു 2 കില്ലിങ്ങൾ എടുത്തായിരുന്നെങ്കിൽ എന്തില്ല ടേസ്റ്റ്. നമ്മൾ അത്യാവശ്യം പോരാടി. എനിക്ക് ഇത്ര കേസ് പറ്റുള്ളൂ. സോ പിന്നെ ഇത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക. അപ്പോൾ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ഇട്ടുന്നവരെ ബൈ.